മൂകം കരോതി വാചാലം പങ്കും ലംഘയത്തെ ഗിരിം യത്കൃപാത്തമഹം വന്ദേ പരമാനന്ദമാധവം. ഇന്ന് നാരായണീയം 41 ദശകത്തിൽ 7ഉം 8ഉം ശ്ലോകങ്ങളുടെ അർത്ഥം പറയാം. അർത്ഥം പറയുന്നത് കിഴക്കേപ്പാട്ട് വാര്യത്ത് ഭാരതി. 7ാമത്തെ ശ്ലോകം. ഗൃഹേഷു തേ കോമളരൂപഹാസമിത കഥാസങ്കുലിതാ കമന്യ വൃത്തേഷു കൃത്യേഷു ഭവന്നിരീക്ഷാ സമാഗതാ പ്രത്യഹമത്യനന്ദൻ. ഭഗവാന്റെ സാന്നിധ്യം കൊണ്ട് ബാലകൃഷ്ണൻ ആയിട്ടുള്ളതായിട്ടുള്ള ആ രൂപത്തിൽ ഭഗവാന്റെ സാന്നിധ്യം കൊണ്ട് അമ്പാടിയിൽ എന്നും ദിവസം തോറും ഐശ്വര്യം വർദ്ധിച്ചു വന്നു. എല്ലാവർക്കും പരിപൂർണമായ സന്തോഷമായിരുന്നു എന്ന് പറഞ്ഞു. ഇനി ആ ഭഗവാന്റെ സാന്നിധ്യം കൊണ്ട് തന്നെ ഗോപസ്ത്രീകൾക്കുണ്ടായിരുന്നതായിട്ടുള്ള ആനന്ദ അതിരേകത്തിനെയാണ് ഇനി പറയണത്. ഗൃഹേഷു തേ കോമളരൂപഹാസമിഥ കഥാസങ്കുലിതാ കമന്യഃ. കമന്യഃ ആ കമനീകളായിട്ടുള്ള വ്രജസ്ത്രീകൾ, ഗോപസ്ത്രീകൾ, സുന്ദരികളായ ആ ഗോപസ്ത്രീകൾ ഗൃഹേഷു അവരവരുടെ ഗൃഹങ്ങളിൽ, ഗൃഹേഷു ബഹുവചനുള്ളതുകൊണ്ട് ഓരോരുത്തരും അവരവരുടെ ഗൃഹങ്ങൾ, ഗൃഹേഷു തേ തേ അങ്ങയുടെ, തവ തേ ഇവയോ ഷഷ്ഠിയാണ്. തേ എന്നുള്ളതിന് അവർ എന്നുള്ള അർത്ഥമുണ്ട്. ഇവിടെ തേ എന്നുള്ളത് ഷഷ്ഠിയായിട്ടാണ്. അങ്ങയുടെ തേ കോമളരൂപഹാസമിഥ കഥാസങ്കുലിതാഹ. കോമളമായിട്ടുള്ള അതിമനോഹരമായിട്ടുള്ള മനസ്സിന് സന്തോഷമുണ്ടാക്കുന്നതായിട്ടുള്ള കോമള രൂപം, മനോഹരമായിട്ടുള്ള ആ രൂപം, ഉണ്ണികൃഷ്ണൻ്റെ അതിമനോഹരമായിട്ടുള്ള ആ രൂപം. അതുപോലെ കോമളരൂപ ഹാസം, ഹാസം പുഞ്ചിരി, ചിരി, കുട്ടി ചിരിക്കുമ്പോഴേക്കും എല്ലാവർക്കും ഉണ്ടാവുന്നതായിട്ടുള്ളൊരു സന്തോഷമുണ്ടല്ലോ. ആ മനോഹരമായിട്ടുള്ള രൂപവും ആ മന്ദസ്മിതവും, കുട്ടിയിലെ ആ ചെറിയ കുട്ടിയുടെ ആ മനോഹരമായ മന്ദഹാസവും, ഇതിനെ പറ്റിയിട്ടൊക്കെ ആ രൂപഹാസമിഥ കഥാസങ്കുലിതാഹ, അവയെക്കുറിച്ചുള്ളതായ മിഥ കഥകൾ, അന്യോന്യമുള്ളതായിട്ടുള്ള ആ വാർത്തകൾ. ഗോപസ്ത്രീകൾക്ക് ഇതേ ജോലിയുള്ളൂ എന്നുള്ളതാണ്. അവരൊക്കെ എപ്പോഴും അന്യോന്യം വർത്തമാനം പറയുമ്പോഴൊക്കെ ഈ കുട്ടിയുടെ ചിരി, കളി, അതിനെ പറ്റിയിട്ടാണ് ആ മനോഹരമായിട്ടുള്ള ആ രൂപം, ആ കുട്ടിയുടെ മന്ദസ്മിതം, ഇതിനെക്കുറിച്ചൊക്കെ പറയാനേ അവർക്ക് നേരമുണ്ടായിരുന്നു. മിഥ കഥ, അന്യോന്യമുള്ളതായിട്ടുള്ള കഥകൾ, വർത്തമാനങ്ങൾ. ആ അന്യോന്യമുള്ളതായിട്ടുള്ള ആ കഥകളെ കൊണ്ട് സങ്കുലിതരായിട്ടുള്ള കമനികൾ, സങ്കുലിതരായിട്ടുള്ള അതിൽ തന്നെ ഏർപ്പെട്ടിരുന്നതായിട്ടുള്ള ആ സ്ത്രീകൾ, കമന്യഃ സ്ത്രീകൾ, വൃത്തേഷു കൃത്യേഷു, കൃത്യേഷു വൃത്തേഷു, കൃത്യങ്ങൾ, അവരവരുടേതായിട്ടുള്ള ഗേഹകൃത്യങ്ങൾ. കുടുംബത്തിൽ, ഓരോരുത്തരുടെ കുടുംബത്തിലും പല ജോലികളും ഉണ്ടാവും സ്ത്രീകളാവുമ്പോൾ. അങ്ങനെ ആ കൃത്യങ്ങളൊക്കെ വൃത്തേഷു, കഴിഞ്ഞ സമയത്ത് എല്ലാം അവരവരുടെ ജോലികളൊക്കെ കഴിഞ്ഞാൽ വൃത്തേഷു കൃത്യേഷു, കൃത്യേഷു വൃത്തേഷു, കൃത്യങ്ങളൊക്കെ അവരുടെ കർത്തവ്യങ്ങളൊക്കെ ചെയ്യേണ്ടതായിട്ടുള്ള ജോലികളൊക്കെ വൃത്തങ്ങളായപ്പോൾ, അതായത് അവസാനിക്കുന്നതായിട്ടുള്ള അവസരത്തിൽ ഭവന്നിരീക്ഷാ സമാഗതാഹ. ഭവന്നിരീക്ഷ, അങ്ങയുടെ നിരീക്ഷ, കാഴ്ച, അങ്ങയെ കാണുന്നത്. ഭവന്നിരീക്ഷ, അങ്ങയെ കാണുന്നതിൽ സമാഗതാഹ, അതിനുവേണ്ടി എത്തിച്ചേർന്നുകൊണ്ട്, അതായത് യശോദയുടെ ഗൃഹത്തിൽ അങ്ങയെ കാണുന്നതിന് വേണ്ടിയിട്ട് എല്ലാവരും അവരവരുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ, കുടുംബത്തിലെ കാര്യങ്ങൾ നോക്കാണ്ടിരിക്കാൻ നിവൃത്തിയില്ലയോ, അതങ്ങോട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ കുട്ടിയെ കാണാനായിട്ട് വരികയും, ഉണ്ണികൃഷ്ണനെ കാണാനായിട്ട് യശോദയുടെ ഗൃഹത്തിൽ വരികയും, അങ്ങനെ അതിനുവേണ്ടി സമാഗതാഹ എത്തിച്ചേർന്നതായ, എവിടെ? യശോദാഗൃഹത്തിൽ. അത് പറഞ്ഞിട്ടില്ല, പക്ഷേ സമാഗതാഹ വന്നിട്ടുള്ളവർ എന്ന് പറയുമ്പോൾ ഇവിടെ ഉണ്ണികൃഷ്ണൻ്റെ കാര്യമാണല്ലോ പറയണത്. അപ്പോൾ ആ ഉണ്ണികൃഷ്ണൻ്റെ ഗൃഹത്തിൽ എത്തിച്ചേർന്നതായിട്ടുള്ള ആ ഗോപസ്ത്രീകൾ, പ്രത്യഹം അത്യനന്ദൻ, പ്രത്യഹം ദിവസേന, അഹം അഹസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പകല്, ദിവസം എന്നുള്ള രണ്ടർത്ഥമുണ്ട്. പ്രത്യഹം എന്നുള്ളത് ഇവിടെ ദിവസം തോറും, ദിവസേന അവരവരുടെ കാര്യങ്ങൾ കഴിഞ്ഞാൽ പിന്നെ ഇവിടെ വരിക ഈ കുട്ടിയുടെ കാര്യങ്ങൾ പറയൽ, അതിനെ പറ്റിയിട്ടുള്ളതായിട്ടുള്ള കഥകൾ, അന്യോന്യം സംഭാഷണങ്ങൾ, ഇങ്ങനെ അത്യനന്ദൻ, അത്യധികമായിട്ട്
സന്തോഷിച്ചു. അതി അനന്തൻ എന്നാണ് അതിൻ്റെ സ്വതേ പദം മുറിക്കാതെ സമസ്ത പദമാണ്. പദം മുറിച്ചാൽ പോരാ, വിഗ്രഹം പറയണമെന്ന് വേണമെങ്കിൽ അത് അത്യനന്ദൻ അത്യധികമായിട്ട് സന്തോഷിച്ചു. എങ്ങനെ? ഈ കുട്ടിയെ കാണാനായിട്ട് വന്നിട്ട് അവർ ആ കുട്ടികളുടെ കഥകൾ പറഞ്ഞിട്ടും കുട്ടിയെ നോക്കിക്കൊണ്ടും ഒക്കെ ഇനി ഒന്നും കൂടി അടുത്ത ശ്ലോകത്തിൽ വിസ്തരിച്ച് പറയുന്നുണ്ട് എങ്ങനെയാണ് അവരുടെ സന്തോഷം എന്നുള്ളത്. ഗൃഹേഷു തേ അങ്ങയുടെ കോമളഹാസമിഥ കഥാസങ്കുലിതാഹ, കോമളമായിട്ടുള്ള ആ രൂപം, മനോഹരമായ ഹാസം, പുഞ്ചിരി, ഇവയെക്കുറിച്ചുള്ളതായ കഥകൾ, കോമളരൂപഹാസ മിഥ കഥാസങ്കുലിതാഹ, അങ്ങനെയുള്ളതായിട്ടുള്ള രൂപത്തെക്കുറിച്ചും ഹാസത്തെക്കുറിച്ചും ഉള്ളതായ അന്യോന്യമുള്ളതായ കഥകളെ കൊണ്ട് ആകുലിതരായിട്ടുള്ള ആ കമനികൾ, സുന്ദരികളായ സ്ത്രീകൾ, വൃത്തേഷു അവരുടെ കൃത്യങ്ങളെല്ലാം അവസാനിക്കുമ്പോൾ ദിവസേന ഭവന്നിരീക്ഷാസമാഗതാഹ, അങ്ങയെ കാണുന്നതിനു വേണ്ടി സമാഗതാഹ എത്തിച്ചേർന്നതായ, യശോദാഗൃഹത്തിൽ എത്തിച്ചേർന്നതായ ആ വ്രജസ്ത്രീകൾ പ്രത്യഹം അത്യനന്ദൻ ദിവസേന വളരെയധികം സന്തോഷിച്ചു എന്ന് ആ ശ്ലോകത്തിൻ്റെ അർത്ഥം. അടുത്ത ശ്ലോകം. അഹോ കുമാരോ മയി ദത്തദൃഷ്ടി സ്മിതം കൃതം മാം പ്രതി വത്സകേന ഏഹ്യേഹി മാമിത്യുപസാര്യപാണീ ത്വയീശ കിം കിം ന കൃതം വധൂഭി. അവരെ എങ്ങനെയാണ് ആ അവരുടെ ഓരോ ചെയ്തികൾ പറയാണ് ഗോപസ്ത്രീകളുടെ. അഹോ കുമാരോ മയി ദത്തദൃഷ്ടി, അഹോ ആശ്ചര്യം, ഇതാ നോക്കൂ, കുമാരഹ ആ കുട്ടി, കുമാരോ എന്നുള്ള പദം മുറിക്കുമ്പോൾ കുമാരഹ എന്നാവും. കുമാരഹ ഉണ്ണികൃഷ്ണൻ, മയി ദത്തദൃഷ്ടി, എന്നെ നോക്കിക്കൊണ്ടിരിക്കണു. മയി ദത്തദൃഷ്ടി, എന്നിൽ ദത്തമായ ദൃഷ്ടിയോട് കൂടിയവനാണ്, എന്നെ നോക്കിക്കൊണ്ടിരിക്കണു. ഇതാ ഈ കുട്ടി എന്നെ നോക്കിക്കൊണ്ടിരിക്കണു, എന്നെ തന്നെയാണ് നോക്കിക്കൊണ്ടിരിക്കണതെന്ന് ഓരോരുത്തർക്കും തോന്നി എന്നാണ്. അഹോ കുമാരോ മയി ദത്തദൃഷ്ടി സ്മിതം കൃതം മാം പ്രതി, ഇതാ എന്നെ നോക്കി ചിരിക്കണു. സ്മിതം കൃതം മന്ദഹസിക്കുന്നു, എന്നെ നോക്കിയിട്ട് മാം പ്രതി എന്നെ നോക്കിയിട്ട് മന്ദഹസിക്കുന്നു. സ്മിതം കൃതം, സ്മിതം പുഞ്ചിരി കൃതം ചെയ്യപ്പെട്ടു. ഇതാ എന്നെ നോക്കിയിട്ട് മന്ദഹസിക്കുന്നു, പുഞ്ചിരിക്കുന്നുണ്ട്, എന്നെ നോക്കിയിട്ടാണ് ചിരിക്കുന്നത് എന്നിങ്ങനെ. സ്മിതം കൃതം മാം പ്രതി വത്സകേന, അതാ ഈ കുട്ടി ചെറിയ കുട്ടിയല്ലേ, വത്സകൻ ക എന്നുള്ളതായിട്ടുള്ള പ്രത്യയം ഉണ്ടല്ലോ, അത് വാത്സല്യത്തിനെ കുറിക്കണതായിട്ടുള്ളൊരു പ്രത്യയമാണ്. കാരണം വാത്സല്യത്തിനെ മാത്രമല്ല, ഇവിടെ അത് വാത്സല്യത്തിനെ കുറിക്കണതാണ്. വത്സകേന, ഈ കുട്ടി അവളെ ആ താല്പര്യത്തോട് കൂടിയിട്ടാണ്, ദാ ഈ കുട്ടി എന്നെ നോക്കി ചിരിക്കുന്നുണ്ടല്ലോ. സ്മിതം കൃതം മാം പ്രതി വത്സകേന ഏഹ്യേഹി മാം, ദാ വരൂ, ഏഹി അത് പദം മുറിക്കുമ്പോൾ അങ്ങനെയാണ്, ഏഹ്യേഹി മാം, എൻ്റെ അടുത്തേക്ക് വരൂ. മാം ഏഹി, എൻ്റെ അടുത്തേക്ക് വരൂ. ആ ഏഹി എന്ന് 2 പ്രാവശ്യം പറഞ്ഞുകൊണ്ട് വരൂ എന്ന് കുട്ടിയോട് പറയണതായിട്ടാണ്. ഏഹ്യേഹി മാം, എൻ്റെ സമീപത്തേക്ക് വരൂ. ഇതി എന്നിങ്ങനെ ഉപസാര്യപാണി, കൈ 2 നീട്ടിയിട്ട്, കുട്ടികളെ എടുക്കാനായിട്ട് നമ്മൾ കൈ നീട്ടൂലോ, അങ്ങനെ ഉപസാര്യപാണി, കൈ 2 പാണീന്ന് ദ്വിവചനാണ്. അപ്പോൾ 2 കൈയും നീട്ടിക്കൊണ്ട് ഇത് ഉപസാര്യപാണി എന്നിങ്ങനെ പാണികൾ നീട്ടിക്കൊണ്ട്, കൈകൾ നീട്ടിക്കൊണ്ട്, 2 കൈകളും നീട്ടിക്കൊണ്ട് തൊയ് ഈശ, അങ്ങനെയൊക്കെ ചെയ്തു ഗോപസ്ത്രീകൾ എന്നാണ്. തൊയ് ഈശ കിം കിം ന കൃതം വധൂഭി, കിം ന കൃതം തൊയ്, അങ്ങയെ സംബന്ധിച്ചിടത്തോളം ഈശ അല്ലയോ ഭഗവാനെ, കിം ന കൃതം, എന്താ അവർ ചെയ്യാതിരുന്നത്? കിം ന കൃതം, എന്തെല്ലാം അവർ ചെയ്യാതിരുന്നു. ന കൃതം, എന്തൊക്കെയാണ് അവർ ഒന്നും ചെയ്യാണ്ടിരുന്നിട്ടില്ല എന്നാണ്. ഇന്ന തരത്തിൽ കുട്ടിയെ കളിപ്പിച്ചുള്ളൂ എന്ന് പറയാൻ വരിക. അതിൽ സർവ്വപ്രകാരത്തിലും അങ്ങയിൽ തന്നെ താല്പര്യത്തോട് കൂടിയിട്ട് ചിലർ ഇതാ കുട്ടി എന്നെ നോക്കി ചിരിക്കണു, എന്നെ തന്നെ ഇതാ നോക്കുന്നുണ്ട്, എന്നെ നോക്കിയിട്ട് ചിരിക്കുന്നുണ്ട്, വരൂ എന്ന് പറഞ്ഞുകൊണ്ട് കൈ നീട്ടിക്കൊണ്ട് കുട്ടിയെടുക്കാനായിട്ട് ഇങ്ങനെ ആ വ്രതസ്ത്രീകൾ പ്രത്യേകം ഓരോ ദിവസവും വളരെ സന്തോഷിച്ചു എന്ന് പറയുകയാണ്.
അഹോ കുമാരോ മയി ദത്ത ദൃഷ്ടി. എന്താ ആശ്ചര്യം! കുമാരൻ എന്നെ നോക്കിയിരിക്കുന്നു. മയി ദത്ത ദൃഷ്ടി, എന്നിൽ ദത്തമായ ദൃഷ്ടിയോട് കൂടിയവനാണ്, എന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നു. സ്മിതം കൃതം മാം പ്രതി വത്സകേന. വത്സകേന അതാ കുട്ടിയാൽ മാം പ്രതി സ്മിതം കൃതം, എന്നെ നോക്കി പുഞ്ചിരിക്കപ്പെട്ടു. കുട്ടി എന്നെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ടിരിക്കുന്നു. ഏഹ്യേഹി മാം, എന്നെ എൻ്റെ അടുത്തേക്ക് വരൂ വരൂ എന്നിങ്ങനെ ഉപസാര്യപാണി, രണ്ട് കൈയും നീട്ടിക്കൊണ്ട് കിം കിം നകൃതം വധൂഭി, വധുക്കളാൽ, ആ വ്രജസ്ത്രീകളാൽ എന്തെല്ലാമാണ് ചെയ്യാതിരുന്നത്. അവർ എല്ലാം എന്തൊക്കെയാണ് കുട്ടിയെ കളിപ്പിക്കാൻ ചെയ്യാവുന്നത് എന്ന് വെച്ചാൽ അതൊക്കെ ചെയ്തു. എന്തെന്ത് തന്നെ ചെയ്തില്ല എന്ന് പറഞ്ഞപ്പോൾ എന്തെന്ത് തന്നെ എല്ലാം തന്നെ ചെയ്തു. ഏതൊക്കെ തരത്തിൽ കുട്ടി താല്പര്യം, ആ കുട്ടിയോടുള്ള സ്നേഹം കാണിക്കാൻ സാധിച്ചുവോ ആ തരത്തിലൊക്കെ അവർ പ്രവർത്തിച്ചു എന്ന് ആ ശ്ലോകത്തിൻ്റെ അർത്ഥം. 2 ശ്ലോകം ഒന്നുകൂടി ചെല്ലാം. ഗൃഹേഷു തേ കോമളരൂപഹാസമിധ കഥാസങ്കുലിതാക്കമന്യ വൃത്തേഷു കൃത്യേഷു ഭവന്നിരീക്ഷാ സമാഗതാ പ്രത്യഹമത്യനന്ദൻ. കൃഷ്ണാർപ്പണം. മലയാള പരിഭാഷ. വീടൊക്കെ നാരീജന ചർച്ചയെല്ലാം, നിൻ രൂപവും പുഞ്ചിരി മാത്രമെന്നും. കഴിച്ചു വേഗം പണി ഗോപിമാരും, അണഞ്ഞു നിൻചാര രസിച്ചു നിന്നു. അഹോ കുമാരോ മയി ദത്ത ദൃഷ്ടി, സ്മിതം കൃതം മാം പ്രതിവത്സകേന. ഏഹ്യേഹി മാമിത്യുപസര്യപാണി, ത്വയീശ കിം കിം ന കൃതം വധൂഭി. കൃഷ്ണാർപ്പണം. മലയാള പരിഭാഷ. ഹായ് കുഞ്ഞിതെന്നെ ബത നോക്കിയെന്നും, ചിരിച്ചിതെന്നോടസബാലനെന്നും. വാ വാ കുമാരായിതി കൈകൾ നീട്ടി ചെയ്തില്ല എന്തെന്നഥ ഗോപിമാരും. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.